ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനും മാളൂട്ടിയും കൂടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോവുകയാണ്. മാളൂട്ടാ റെഡിയായോ? വാ വാ വാ. അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. കടക്കിലാണ് സ്ഥലം. ഇടയ്ക്ക് നാത്തൂനോട് പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് വേണം അങ്ങെത്താൻ. എന്തായാലും ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി. ഇറങ്ങിയില്ല. ചെറുക്കൻ്റെ പാർട്ടിക്കാരൊന്നും വരുന്നു എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ കാറിൽ വെയിറ്റിങ്ങിലാണ്. നല്ല വെയിലുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. എല്ലാവരും വന്നതിന് ശേഷം ഇറങ്ങാൻ വിചാരിച്ചു കേട്ടോ. അതിപ്പോൾ നോക്കും. അച്ഛൻ ഇന്നലെ ചെറുതായിട്ടൊന്ന് വീണിട്ട് ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അച്ഛന് വരാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്ത് വരാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. അത് നടന്നില്ല. അപ്പം ഞങ്ങളൊന്ന് എൻഗേജ്മെൻറ്റ് സ്ഥലത്തൊക്കെ ഒന്ന് പോയി ചെറുക്കനെ പെണ്ണൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ. ചെറുക്കൻ്റെ ആൾക്കാരൊക്കെ എത്തിച്ചേർന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഓക്കെ. ഞങ്ങളും പയ്യൻ്റെ സൈഡിലുള്ള ആളാണ്. ഹസ്ബൻഡിൻ്റെ മൂത്ത വല്യമ്മയുടെ മോനാണ് ഈ ആൺകുട്ടി. അപ്പം ഞങ്ങൾ പിന്നെ ഹാളിലോട്ട് കയറി. ഹാളിലോട്ട് എത്തിയപ്പോഴേക്കും അവിടെ റിങ് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിങ് എക്സ്ചേഞ്ച് അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫോട്ടോ എടുപ്പിൻ്റെ ഒരു ബഹളമായിരുന്നു. റിലേറ്റീവ്സ് എല്ലാം വന്ന് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു വരുമായിരുന്നു. അപ്പോൾ ഞാനും മാളും ചേച്ചിയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പോയി. മാളുവിനെ വിളിച്ചിട്ട് ആദ്യം അവൾ മടിച്ചു ഫോട്ടോ എടുക്കാൻ വരാനായിട്ട്. പിന്നെ വിളിച്ചിട്ടാണ് വന്നത്. എനിക്കും ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോയി നിൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാണ് പതിവ്. ഇതിനൊന്നും ഇറങ്ങാൻ വലിയ മടിയാണ്. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കുറേ നേരം ഹാളിൽ തന്നെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കുറേ കാലം കൂടി കാണുന്നതല്ലേ, അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോഴേക്കും ഞങ്ങളുടെ ആതിരക്കുട്ടിയുടെ 2 കുഞ്ഞുങ്ങൾ, അതായത് നമ്മുടെ അവന്തികയും അനാമികയും വന്ന് നല്ല ക്യൂട്ടായിട്ട് ഒരേപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വന്നത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നു കേട്ടോ മോള്. കുട്ടികളെ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരെയും കണ്ട് പരിചയപ്പെടാനൊക്കെ പറ്റുക. ഇതാണ് നമ്മുടെ പയ്യൻ്റെ സിസ്റ്റർ അഞ്ജന. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. സദ്യയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പായസമൊക്കെ ഉണ്ടായിരുന്നു. പായസമൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മാളുകുട്ടൻ ഫുഡ് വീട്ടിൽ പോലെ തന്നെയാണ്, ഫുഡ് കഴിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ സ്റ്റുഡിയോന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഫുഡ് കഴിക്കാതെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒറ്റയ്ക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇരുന്ന് കഴിക്കുമായിരുന്നു. എല്ലാം കഴിച്ച ശേഷം മാത്രമേ ഞാൻ അവളെ കൊണ്ടുപോയുള്ളൂ. കാരണം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. വീട്ടിൽ വന്നാലും ഇത് തന്നെയാണ് ശീലം. തിരിച്ച് ഞങ്ങൾ നാത്തൂനെ കൊണ്ടാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി. നല്ല വെയിലായിരുന്നു. ഉച്ച സമയം കൂടെ ആയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോഡിൽ. മോള് കുറേ നേരം കിടന്ന് ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങി. ഞാൻ നേരെ വീട്ടിലേക്ക്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.